പുറത്ത് വളരെ പെർഫെക്റ്റ് ആയൊരു ഭർത്താവ്, അകത്ത് ഒളിച്ചു ജീവിക്കുന്ന സൈക്കോപാത്ത് ആയൊരു സീരിയൽ കില്ലർ. ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഒരു പോലീസ് ഓഫീസറെ സഹായിക്കുന്ന പാസ്റ്റിൽ നിന്ന് വരുന്ന ശബ്ദം. തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കൊലയാളിയെ തിരിച്ചറിയാതെ അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ്. കൊറിയൻ ത്രില്ലറുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക മറ്റൊരു മായിക ലോകത്തേക്കാണ്. റൊമാൻസും ഫാന്റസിയും ഉൾപ്പെടെ എല്ലാം മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യുന്ന കൊറിയൻ ഡ്രാമകളിൽ ആരാധകർ കൂടുതൽ ത്രില്ലറുകൾക്കാണ്. ഞാനീ പറയുന്ന ഡ്രാമകൾ കണ്ടാൽ തന്നെ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും മനസ്സിലാകും. പ്രവചനാതീതമായ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് മിക്ക കൊറിയൻ ഡ്രാമകളുടെയും കരുത്ത്. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഡ്രാമയിലെ മിസ്റ്ററി മനസ്സിലായെന്ന് നിങ്ങൾ കരുതുമ്പോഴേക്കും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കഥ മറ്റൊരു ഗതിയിലേക്ക് നീങ്ങും. കഥാപാത്രങ്ങളോട് പ്രേക്ഷകർക്ക് തോന്നുന്ന ഇമോഷണൽ അടുപ്പമാണ് മറ്റൊരു പ്രത്യേകത. മിക്ക എഴുത്തുകാരും അങ്ങനെ ഒരു ബന്ധം പ്രേക്ഷകരും കഥാപാത്രങ്ങളും തമ്മിൽ ഉണ്ടാകാൻ ഉതകുന്ന എലമെന്റ്സ് കഥയിൽ ചേർക്കാറുണ്ട്. ഉയർന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റിയും 12-16 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ എന്നതും കൊറിയൻ ത്രില്ലർ ഡ്രാമകൾക്ക് ആരാധകരെ കൂട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ വിഭാഗത്തിന്റെ പോപ്പുലാരിറ്റിക്കും കാരണം. അങ്ങനെ ചില ഡ്രാമകൾ ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്താം. എക്കാലത്തെയും മികച്ച കൊറിയൻ ത്രില്ലർ ഡ്രാമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സിഗ്നലാണ് ഏറ്റവും ആദ്യത്തേത്. സീറ്റഡ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമ. ലീ ജെ ഹൂൺ, കിം ഹേ സു, ചോ ജിൻ വൂങ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2016 ഡ്രാമ പുറത്തിറങ്ങിയത്. ഒരു ക്രിമിനൽ പ്രൊഫൈലറായ പാർക്ക് ഹേ യങ് എന്ന കഥാപാത്രത്തിന് ഒരു വാക്കി ടോക്കി ലഭിക്കുന്നതാണ് കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന സംഭവം. ആരാണ് ആ വാക്കി ടോക്കിയുടെ അപ്പുറത്ത്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു പോലീസ് ഓഫീസറാണ്. ഭൂതകാലത്തിൽ നിന്നാണ് ഈ വാക്കി ടോക്കിയിലൂടെ അദ്ദേഹം പ്രസന്റിലെ ആളുകളുമായി സംസാരിക്കുന്നത്. അതെ, പാസ്റ്റിൽ നിന്നും പ്രസന്റിൽ നിന്നുമുള്ള രണ്ടുപേർ സംസാരിക്കുന്നു, പല വിവരങ്ങൾ പങ്കുവെക്കുന്നു. പണ്ട് തെളിയിക്കാൻ കഴിയാതിരുന്ന പല കേസുകളും ഒരുമിച്ച് തെളിയിക്കുന്നു. അങ്ങനെ കാലത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പാസ്റ്റിൽ കാര്യങ്ങൾ മാറുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ പ്രസന്റിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും വലിയ സംഘർഷങ്ങളിലേക്കും കഥാപാത്രങ്ങളെ നയിക്കുന്നുണ്ട്. 16 എപ്പിസോഡുകളുള്ള ഈ ഡ്രാമയുടെ ഏറ്റവും ചുരുക്ക രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോ എപ്പിസോഡിലും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഉഗ്രൻ ട്വിസ്റ്റുകളുമായി വരുന്ന സിഗ്നൽ നിങ്ങളെ നിരാശരാക്കില്ലെന്ന് തീർച്ചയാണ്. അതേസമയം സൗത്ത് കൊറിയയിൽ മുമ്പ് നടന്നിട്ടുള്ള ചില സീരിയൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെ യഥാർത്ഥ സംഭവങ്ങൾ ഡ്രാമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവ്, മകളോടൊപ്പം നിങ്ങൾ രണ്ടുപേരും നയിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയൊരു കുടുംബജീവിതം. എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു ഇരുണ്ട ഭൂതകാലം നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിലോ, അയാളുടെ പേര് പോലും കള്ളമാണെങ്കിലോ. 2020 ഫ്ലവർ ഓഫ് ഇവിൾ എന്ന ഈ കൊറിയൻ ഡ്രാമ പുറത്തിറങ്ങുന്നത്. ലീ ജൂൺ ഗി, മൂൺ ചേവോൺ എന്നിവരാണ് ഡ്രാമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരുപാട് ലെയറുകളുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഈ ഡ്രാമയുടേത്. കഥാപാത്രങ്ങളുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളെ ഡ്രാമ തൊട്ടുപോകുന്നുണ്ട്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഇരുണ്ട അടിത്തട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ ഡ്രാമ. മികച്ച കൊറിയൻ ത്രില്ലറുകളുടെ പട്ടികയെടുത്താൽ അതിൽ നിന്ന് ഈ ഡ്രാമയെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല. 2017 പുറത്തിറങ്ങിയ മറ്റൊരു മികച്ച ത്രില്ലർ ഡ്രാമയാണ് ടണൽ. സിഗ്നൽ പോലെ തന്നെ പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇവിടെയും മെയിൻ. ഒരു നിമിഷം പോലും വെറുതെ ആയെന്ന് തോന്നിക്കാത്ത കഥ പറച്ചിൽ. ചോയ് ജിൻ ഹ്യൂക്ക്, യു ഹ്യൂൻ മിൻ, ലീ യു യങ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1986 നഗരത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ ശ്രമിക്കുന്ന ഡിറ്റക്റ്റീവ് പാർക്ക് ഗ്വാങ് ഹോയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ഒരു ദിവസം പ്രതിയെ പിന്തുടരുന്നതിനിടെ ദുരൂഹമായ ഒരു തുരങ്കത്തിലൂടെ അദ്ദേഹം ഓടുന്നു. ശേഷം അദ്ദേഹം എത്തുന്നത് 30 വർഷത്തിന് ശേഷമുള്ള ഭാവി കാലത്തിലാണ്, അതായത് കഥയിലെ ഇപ്പോഴത്തെ പ്രസന്റ്. അവിടെ വെച്ച് അദ്ദേഹം അതേ സീരിയൽ കൊലപാതകങ്ങൾ 30 വർഷത്തിന് ശേഷവും തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അങ്ങോട്ട് മറ്റു ചില കഥാപാത്രങ്ങളുടെ സഹായത്തോടെ അദ്ദേഹം നടത്തുന്ന അന്വേഷണങ്ങളും തുടർ സംഭവങ്ങളും അങ്ങനെ പോവുകയാണ് ഡ്രാമ. ടൈം ട്രാവലാണ് ഈ ഡ്രാമയുടെ തീം. ദക്ഷിണ കൊറിയയിൽ വർഷങ്ങളോളം തെളിയിക്കപ്പെടാതെ കിടന്ന കുപ്രസിദ്ധമായ ഹ്വാസിയോങ് സീരിയൽ കൊലപാതക കേസാണ് ഈ ഡ്രാമയിൽ കാണിക്കുന്നത്. 1986, 1991 വർഷങ്ങൾക്കിടയിൽ നടന്ന ഈ കൊലപാതകങ്ങളിലെ പ്രതിയെ കണ്ടെത്തുന്നത് 2019 2021 പുറത്തിറങ്ങിയ മൗസ് എന്ന കൊറിയൻ ഡ്രാമയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടതില്ല. അത്രയധികം പ്രശസ്തമാണ് ഈ ഡ്രാമ. വലിയ ഫാൻ ബേസ് ഉള്ള മികച്ച ത്രില്ലർ. ഒറ്റ വാക്കിൽ ഇതിന്റെ കഥയോ കഥാതന്തുവോ പറയാൻ പറ്റില്ല. തുടങ്ങുന്നിടത്തു നിന്നല്ല കഥ അവസാനിക്കുന്നത് എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. നമ്മൾ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ കാണുന്ന ആളുകളല്ല അവസാനം കാണുന്നത്. പക്ഷെ നല്ലൊരു സീറ്റഡ് ത്രില്ലറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ബ്രെത്ത് ടേക്കിംഗ് ട്വിസ്റ്റ് കൂടി ബോണസ് തരും ഈ ഡ്രാമ. മൗസിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് അത് കാഴ്ചക്കാരുടെ എല്ലാ അനുമാനങ്ങളെയും നിരന്തരം വെല്ലുവിളിക്കുന്നു എന്നതാണ്. എല്ലാം മനസ്സിലായെന്ന് നിങ്ങൾ കരുതുന്ന സമയത്ത് പുതിയ ട്വിസ്റ്റുകൾ ആ ധാരണയെ അങ്ങ് മാറ്റിമറിക്കും. ലീ സ്യൂങ് ഗി, ലീ ഹി ജൂൺ,
പാർക്ക് ജു ഹ്യൂ, ക്യുങ് സു ജിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോളൂ. കൊറിയൻ ത്രില്ലറുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അതിങ്ങനെ നീണ്ടു പരന്ന് പല വിധത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ കിടക്കുകയാണ്. അതിൽ നിന്ന് ഒരു 4 തിരഞ്ഞെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ ഡ്രാമകളുടെ ഏറ്റവും വലിയ കരുത്ത്. നടീനടന്മാരുടെ പെർഫോമൻസുകളും എടുത്തു പറയേണ്ടതാണ്. സിനിമാ പ്രേമികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് കൊറിയൻ സിനിമകൾ. അതിന്റെ കാരണം ഇനി വേറെ തേടി പോകണ്ടല്ലോ.